86 എറണാകുളത്ത് ജോൺ പോൾ രണ്ടാമൻ പാപ്പ വന്നപ്പോൾ വീട്ടിലെല്ലാവരും കൂടി കളമശ്ശേരി കാണാൻ പോയത് ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് 8 വയസ്സേ ഉള്ളൂ. അന്ന് പാപ്പ ആരാന്നറിയില്ല. അപ്പം ചോദിക്കും ആരാണ് പാപ്പ എന്നൊക്കെ. വീട്ടുകാർ പറഞ്ഞത് ഇങ്ങനെയാണ്, പാപ്പ എന്ന് പറഞ്ഞാൽ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നമുക്കാർക്കും ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റൂലേ? വീട്ടുകാർ പറഞ്ഞത് പാപ്പയെപ്പോലെ അത്ര വിശുദ്ധരായിക്കഴിഞ്ഞാൽ നമുക്കും കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അന്ന് വളരെ കൗതുകത്തോടെയാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ കണ്ടത്. ഇന്ന് ഇത്ര വർഷങ്ങളൊക്കെ കഴിഞ്ഞു, സഭയെ കുറേയും കൂടി അടുത്ത് കാണാൻ തുടങ്ങി. അപ്പോൾ ചിന്തകൾ കുറേയും കൂടി മാനുഷികമായി. ഇപ്പോൾ ചില ബിഷപ്പ്മാരുടെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ നടത്തുമ്പോൾ ചിന്തിക്കുന്നത് ഇതിനേക്കാളും മെച്ചപ്പെട്ട വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്താണ് ഈ അപ്പോയിൻമെൻ്റ് എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഇന്നത്തെ ഗോസ്പൽ നോക്കി ആരാണ് ഈ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്? ഈശോയാണ് പത്രോസിനെ തിരഞ്ഞെടുത്തത്. ഈശോയാണ് പറഞ്ഞത് നിൻ്റെ മേലൊരു പള്ളി പണിയും താക്കോല് കൊടുക്കുന്നത്. പിന്നെ പറയേണ്ട മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് വെളിപ്പെടുത്തുന്നത്. എത്ര ക്ലിയറാണത്. മാനുഷികമായ ബലഹീനതയിലല്ല നമ്മൾ നോക്കേണ്ടത്, ദൈവത്തിൻ്റെ വെളിപാടാണ്, ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ആണ്. ഒരു അപ്പോയിൻമെൻറ്റ്സ് ഒന്ന് മനസ്സിലാക്കണ്ടേ. സഭയെക്കുറിച്ച് പറയുന്നത് എന്താ? സഭ പണിതത് ഈശോയാണ്, നമ്മളാരുമല്ല. സഭ ഈശോ പണിതാണ്. അപ്പോൾ അത് എത്രമാത്രം സ്ട്രോങ് ആണ്. എത്രയോ വലിയ പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോയിട്ടുണ്ട്, പക്ഷെ സഭ തകർന്നിട്ടില്ല. സഭ കൂടുതൽ സ്ട്രോങ് ആയിട്ടേ ഉള്ളു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, ഒരു ആഹ്വാനമാണ്. അതിൽ ഈ സഭ ഉണ്ടാക്കിയ ആൾക്ക് തന്നെ സഭയെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 1 കോടി പെറ്റീഷൻ അടക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ചിന്ത വളരെ ദുർബലമായി പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് സെയിൻറ്റ് പീറ്ററിൻ്റെ ചെയർ ഓഫ് സെയിൻറ്റ് പീറ്ററിൻ്റെ തിരുനാളാണ്. വത്തിക്കാൻ ബസിലിക്കയിൽ സെയിൻറ്റ് പീറ്ററിൻ്റെ ഒരു ചെയറുണ്ട്. അത് ആർട്ടിസ്റ്റ് ബേർണിനി ഇവിടെ ആർട്ട് പീസാണ്, ബ്രോൺസിൽ ഉണ്ടാക്കിയതാണ്. ആ ചെയറിനെ താങ്ങി നിർത്തുന്നത് 4 ചേർച്ച് ഫാദേഴ്സാണ്, ഡോക്ടേഴ്സ് ഓഫ് ദ ചേർച്ചാണ്. സഭ അത്ര സ്ട്രോങ് ആണെന്നേ, സഭയുടെ ഫൗണ്ടേഷൻ അത്ര സ്ട്രോങ് ആണെന്നേ. ലെറ്റ് us be proud about our church.